ഫ്രണ്ട്സ്, നമുക്കിന്ന് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കഴിഞ്ഞ LDCയുടെ ഒരു ചോദ്യത്തിലേക്ക് പോയാലോ. ചോദ്യം ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏത്? വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം. നമുക്ക് ഇതിന്റെ ഉത്തരം അറിയണമെങ്കിൽ ഇത് ഏതൊക്കെ വർഷങ്ങളിലാണ് നടന്നതെന്ന് ആദ്യമേ നമുക്കറിയണം. അപ്പൊ വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1924 വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. വൈക്കം സത്യാഗ്രഹം 1924 നടന്നത്. ചാന്നാർ ലഹള നടന്നത് 1859. ചാന്നാർ ലഹള നടന്നത് 1859 ചാന്നാർ ലഹള നടന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. മലബാർ കലാപം നടന്ന വർഷം 1921. മലബാർ കലാപം നടന്ന വർഷം 1921. വൈക്കം സത്യാഗ്രഹം 1924 നടന്നത്. ചാന്നാർ ലഹള നടന്നത് 1859. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936. മലബാർ കലാപം നടന്നത് 1921. ഇനി നമുക്ക് ഈ വർഷങ്ങളുടെ അനുസരിച്ച് നമുക്കിത് ശരിയായിട്ടുള്ള കാലഗണനാക്രമം എഴുതാൻ കഴിയും. അപ്പം ആദ്യമേ നടന്നത് ഏതായിരിക്കും? ചാന്നാർ ലഹളയാണ് ആദ്യമേ നടന്നത്. 1859 ചാന്നാർ ലഹള നടന്നത്. രണ്ടാമത് നടന്നത് മലബാർ കലാപമാണ്. 1921 മലബാർ കലാപം നടന്നത്. മൂന്നാമത് നടന്നത് വൈക്കം സത്യാഗ്രഹമാണ്. 1924 വൈക്കം സത്യാഗ്രഹം നടന്നു. നാലാമത് നടന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അത് 1936. അപ്പൊ അതേ കാലഗണനാക്രമം അനുസരിച്ചുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. സെക്കൻഡ്, ഫോർത്ത്, ഫസ്റ്റ്, തേർഡ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇനി നമുക്ക് കേരളത്തിലെ മറ്റു പ്രധാന സമരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. അടുത്തത് ആറ്റിങ്ങൽ കലാപം. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. രണ്ടും തമ്മിൽ തെറ്റിപ്പോകരുത്. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം, കേരളത്തിലെ ആദ്യത്തെ കലാപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ അഞ്ചുതെങ്ങ് കലാപമാണ്. പക്ഷേ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആറ്റിങ്ങൽ കലാപമാണ്. അടുത്തത് കുറിച്യ കലാപം 1812 നടന്നത്. കുറിച്യ കലാപം നടന്നത് 1812. ചാന്നാർ ലഹള നടന്നത് 1859. ചാന്നാർ ലഹള നടന്നത് 1859. തളിക്ഷേത്ര സമരം നടന്നത് 1917. തളിക്ഷേത്ര സമരം നടന്നത് 1917. അടുത്തത് പൗരസമത്വവാദ പ്രക്ഷോഭം. അത് നടന്നത് 1919. പൗരസമത്വവാദ പ്രക്ഷോഭം നടന്നത് 1919. അടുത്ത മലബാർ കലാപം നടന്നത് 1921. മലബാർ കലാപം നടന്നത് 1921. അടുത്ത വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924. ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. അടുത്തത് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932. അടുത്തത് ഇലക്ട്രിസിറ്റി സമരം. ഇലക്ട്രിസിറ്റി സമരം നടന്ന വർഷം 1936. ഇലക്ട്രിസിറ്റി സമരം നടന്ന വർഷം 1936. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936.
അപ്പം ഇലക്ട്രിസിറ്റി സമരവും ക്ഷേത്രപ്രവേശന വിളംബരവും നടന്ന വർഷം 1936. അടുത്തത് കയ്യൂർ സമരം. കയ്യൂർ സമരം നടന്ന വർഷം 1941. കയ്യൂർ സമരം നടന്ന വർഷം 1941. അടുത്തത് കരിവള്ളൂർ സമരം. കരിവള്ളൂർ സമരം നടന്ന വർഷം 1946. കരിവള്ളൂർ സമരം നടന്ന വർഷം 1946. അടുത്തത് തോൽവിറക് സമരം. തോൽവിറക് സമരം നടന്ന വർഷവും 1946 ആണ്. തോൽവിറക് സമരം നടന്ന വർഷം 1946. അടുത്തത് പുന്നപ്ര വയലാർ സമരം. അതും 1946 നടന്നത്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. 1946 3 സമരങ്ങൾ നടന്നിട്ടുണ്ട്. കരിവള്ളൂർ സമരം, തോൽവിറക് സമരം, പുന്നപ്ര വയലാർ സമരം. ഇത് 3 നടന്നത് 1946. അടുത്തത് പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം 1947. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം 1947. താങ്ക് യു.